ഗർഭകാല ചികിത്സാ പിഴവിനെ തുടർന്ന് ആലപ്പുഴയിൽ ഗുരുതര വൈകല്യങ്ങളോടെ ജനിച്ച കുഞ്ഞിനെ കൈയൊഴിഞ്ഞ് ആരോഗ്യവകുപ്പ്. വിവിധ പരിശോധനകൾക്കായി കുഞ്ഞിന്റെ രക്ഷിതാക്കളിൽ നിന്നും കഴിഞ്ഞ ദിവസം ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രി പണവും ഈടാക്കി. സർക്കാർ നൽകിയ വാക്ക് പാലിക്കാത്തതിനാൽ കുഞ്ഞുമായി ആശുപത്രിക്ക് മുന്നിൽ സമരം ചെയ്യാനുള്ള ആലോചനയിലാണ് കുടുംബം. ഗർഭകാല ചികിത്സാ പിഴവിനെ തുടർന്ന് അസാധാരണ വൈകല്യങ്ങളോടെ കുഞ്ഞു പിറന്ന സംഭവം വിവാദമായപ്പോൾ കുഞ്ഞിന് സൗജന്യ ചികിത്സ ഉറപ്പാക്കുമെന്നായിരുന്നു ആരോഗ്യമന്ത്രി അറിയിച്ചത്. എന്നാൽ 1 മാസത്തിലേറെ കഴിഞ്ഞിട്ടും തുടർ ചികിത്സയുടെ കാര്യത്തിൽ യാതൊരു തീരുമാനവും ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ 500 രൂപയിലധികം വിവിധ പരിശോധനകൾക്കായി വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രി രക്ഷിതാക്കളിൽ നിന്ന് ഈടാക്കി. ആരോഗ്യമന്ത്രി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ കുട്ടിയുടെ ചികിത്സ സഹായം ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട് ഇന്നലെ ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴത്തേക്ക് എൻ്റെ കയ്യിൽ നിന്ന് ട്രീറ്റ്മെൻറ്റിന് 250 രൂപ തൈറോയിഡിൻ്റെ ചികിത്സയ്ക്ക് ആണ് എന്നും പറഞ്ഞുകൊണ്ട് 250 രൂപ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് അത് ഞാൻ അടച്ച അതിൻ്റെ രസീപ്റ്റ് എൻ്റെ കയ്യിലുണ്ട്. പിന്നെ ആശുപത്രിയുടെ ഭാഗത്തു നിന്ന് നമുക്ക് സമീപനങ്ങൾ ഇപ്പം നമ്മൾ അറിയത്തില്ല എവിടെയാണ് കാണിക്കേണ്ടത്, എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. അതിനൊരു വഴികാട്ടിയായിട്ട് അല്ലെങ്കിൽ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ഇന്നാളടുത്ത് പോകും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇതുവരെ ഔദ്യോഗികമായിട്ട് നമ്മുടെ ആലപ്പുഴ DMO ഓഫീസിൽ നിന്നോ അല്ലെങ്കിൽ വനിതാ ശിശു ആശുപത്രിയിൽ നിന്നോ ഇല്ലെങ്കിൽ TD മെഡിക്കൽ കോളേജിൽ നിന്നോ ഇതുവരെ എനിക്ക് ഒരു റിപ്പോർട്ട് ഇതുവരെ തന്നിട്ടില്ല. ആലപ്പുഴ ലജനത്ത് വാർഡിൽ താമസിക്കുന്ന അനീഷ് മുഹമ്മദ് സുറുമി ദമ്പതികളുടെ 3ാമത്തെ കുഞ്ഞാണ് വൈകല്യങ്ങളോടെ ജനിച്ചത്. ഗർഭകാലത്ത് 7 തവണ സ്കാനിംഗ് നടത്തിയിട്ടും വൈകല്യങ്ങൾ കണ്ടെത്താനായില്ല എന്നായിരുന്നു പരാതി. സംഭവം വിവാദമായതോടെ ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടറുടെ നേതൃത്വത്തിൽ വിദഗ്ധ സംഘം നേരിട്ടെത്തി അന്വേഷണം നടത്തിയിരുന്നു. തുടർന്ന് ആരോപണം നേരിടുന്ന 2 സ്വകാര്യ ലാബുകളുടെ സ്കാനിംഗ് മെഷീൻ സീൽ ചെയ്തു. എന്നാൽ ആരോഗ്യവകുപ്പിലെ ഒരു ജീവനക്കാർക്കെതിരെയും ഇതുവരെ നടപടി ഉണ്ടായിട്ടില്ല. 26-ാം തീയതി പരാതി കൊടുത്തിട്ട് ഇന്നേക്ക് എത്ര ദിവസമായി? ഇതുവരെ ഇങ്ങനെ ഒരു സംഭവത്തിനെ കുറിച്ച് അന്വേഷണം നടത്തിയ റിപ്പോർട്ട് എത്തിയിട്ടില്ല എന്ന് പറയുന്നത് ആരുടെ അനാസ്ഥയാണ്? ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയിലെ 2 ഡോക്ടർമാർ ഉൾപ്പെടെയുള്ളവർക്കെതിരെ പോലീസ് കേസ് എടുത്തിട്ടുണ്ട്. കൂടുതൽ ചികിത്സാ രേഖകൾ ഹാജരാക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടെങ്കിലും ഇല്ലെന്നായിരുന്നു കടപ്പുറത്തെ വനിതാ ശിശു ആശുപത്രി അധികൃതരുടെ മറുപടി. ജനം, ആലപ്പുഴ.